നമ്മളിൽ എത്ര പേർ പെട്രോൾ പമ്പിൽ പോയി വണ്ടിക്ക് പെട്രോൾ അടിക്കുമ്പോൾ ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാറുണ്ട്? അതായത് നമ്മൾ ഈ അടിക്കുന്ന പെട്രോൾ പൂർണ്ണമായിട്ടും പെട്രോൾ അല്ലെന്നുള്ള സത്യം നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? കാര്യം സിമ്പിളാണ്. നമ്മൾ പമ്പിൽ കൊടുക്കുന്ന പണത്തിൻ്റെ ഒരു ഭാഗം നമ്മുടെ വാഹനങ്ങളുടെ എൻജിനെ പതുക്കെ തുരുമ്പെടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. സംഗതി വലിയൊരു ഗൗരവമുള്ള വിഷയമാണ്. കഴിഞ്ഞിടയ്ക്ക് നീറ്റ് UGC പേപ്പർ ലീക്കുകളുമായി ബന്ധപ്പെട്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരുന്നു. ആ സമരത്തിൻ്റെ വിജയത്തിന് പിന്നാലെ ഗവൺമെൻറ്റിനെതിരെ വലിയ രീതിയിലുള്ള പ്രഷർ വർക്കൗട്ട് ആകുന്നുണ്ടെന്ന ആത്മവിശ്വാസത്തിൽ രാജ്യത്തിപ്പോൾ പുതിയ 2 വലിയ ഓൺലൈൻ മൂവ്മെൻറ്റുകൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. അതിലൊന്ന് E20 ജനതാ പാർട്ടി, മറ്റൊന്ന് റിസർവേഷൻ ഹഠാവോ ആന്തോളൻ. ഇതിൽ ആദ്യത്തെ ആവശ്യമായ E20യെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ തികച്ചും ന്യായമാണെങ്കിലും സംവരണം പൂർണ്ണമായി എടുത്തു കളയുക എന്ന രണ്ടാമത്തെ ആവശ്യത്തോട് നമുക്കൊരിക്കലും യോജിക്കാൻ സാധിക്കില്ല. എന്താണ് ഈ 2 പ്രസ്ഥാനങ്ങളുടെയും പിന്നിലെ യാഥാർത്ഥ്യം എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. എന്താണ് E20 പെട്രോൾ വിദ്യ? ആളുകൾ എന്തിനാണ് ഇതിനെ എതിർക്കുന്നത്? ആദ്യം നമുക്ക് ഈ E20 സംഗതി എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ സാധാരണ പെട്രോൾ പമ്പിൽ പോയി അടിക്കുന്ന പെട്രോളിൽ 80% മാത്രമാണ് പ്യുവർ പെട്രോൾ ഉള്ളത്. ബാക്കി വരുന്ന 20% എന്ന് പറയുന്നത് എഥനോൾ അഥവാ ഈഥൈൻ ആൽക്കഹോളാണ്. കരിമ്പ്, ചോളം തുടങ്ങിയ ജൈവ വസ്തുക്കളിൽ നിന്നാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. വിദേശ രാജ്യങ്ങളെ ക്രൂഡ് ഓയിലിനായി ആശ്രയിക്കുന്നത് കുറയ്ക്കാനും നമ്മുടെ രാജ്യത്തെ കർഷകരെ സഹായിക്കാനും വേണ്ടി 2003 മുതൽ തുടങ്ങിയ പദ്ധതിയാണിത്. എന്നാൽ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആരും E20 പെട്രോളിന് എതിരല്ല. മറിച്ച് ഇത് ജനങ്ങളുടെ മേൽ യാതൊരുവിധ മുൻകരുതലുമില്ലാതെ അടിച്ചേൽപ്പിക്കുന്നതിലാണ് എല്ലാവരുടെയും എതിർപ്പ്. 2023 ശേഷം ഇറങ്ങിയ വാഹനങ്ങൾ മാത്രമാണ് E20 കോമ്പാറ്റബിൾ ആയിട്ടുള്ളൂ എന്ന് ഗവൺമെൻറ് പറയുന്നുണ്ട്. അപ്പോൾ അതിന് മുൻപിറങ്ങിയ ലക്ഷക്കണക്കിന് പഴയ വാഹനങ്ങളുടെ അവസ്ഥ എന്താകും? ഇന്ന് നമ്മൾ നേരിട്ട് വർക്ക്ഷോപ്പുകളിൽ ചെന്ന് നോക്കിയാൽ മനസ്സിലാകും. പഴയ 2 വീലറുകൾക്കും കാറുകൾക്കും ഇതിലൂടെ നല്ല പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എഥനോളിന് അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാനുള്ള ശേഷി വളരെ കൂടുതലാണ്. ഇത് വെള്ളവും പെട്രോളുമായി ഒരു അൺസ്റ്റേബിൾ മിക്സിംഗ് ഉണ്ടാക്കി ടാങ്കിൻ്റെ ഏറ്റവും അടിയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ കാരണമാകുന്നു. വണ്ടി കുറച്ചുനാൾ സ്റ്റാർട്ട് ചെയ്യാതെ വെച്ചാൽ പിന്നെ സ്റ്റാർട്ടാവാത്ത അവസ്ഥ, കാർബേറ്റർ ദ്രവിച്ചു പോകുന്നത്, ഹോഴ്സ് പൈപ്പുകളും ഗ്യാസ്കറ്റുകളും കേടാവുന്നത്, ഇതൊക്കെയാണ് പ്രധാന പ്രശ്നങ്ങൾ. പെട്രോളിനെ അപേക്ഷിച്ച് എഥനോളിൻ്റെ ഊർജ്ജ സാന്ദ്രത കുറവായതുകൊണ്ട് വണ്ടിയുടെ മൈലേജും വലിയ രീതിയിൽ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ചോദിക്കുന്നത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. പുതിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് E20 അടയ്ക്കാം, അതിൽ ആർക്കും ഒരു എതിർപ്പുമില്ല. എന്നാൽ പഴയ വണ്ടികൾ ഉള്ളവർക്ക് സാധാരണ പെട്രോൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷനെങ്കിലും ഗവൺമെൻറ് നൽകേണ്ടതാണ്. അടിച്ചേൽപ്പിക്കരുത് എന്നാണ് E20 ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യം. റിസർവേഷൻ ഹഠാവോ ആന്തോളൻ, സംവരണം ശരിക്കും തെറ്റാണോ? E20 വിഷയത്തിന് പുറമെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊന്നാണ് സംവരണം പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുന്ന റിസർവേഷൻ ഹഠാവോ ആന്തോളൻ. ഇതിൻ്റെ പേജുകൾക്ക് ഇതിനോടകം ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണുള്ളത്. പഠിക്കുന്നവർക്ക് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അഡ്മിഷൻ നൽകണം എന്നാണ് ഇവരുടെ വാദം. ഒരു കാലത്ത് 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഈ ചിന്ത വ്യക്തിപരമായി നമ്മൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. വർഷങ്ങളായി ജാതി വ്യവസ്ഥയുടെയും അടിച്ചമർത്തലുകളുടെയും ഭാഗമായി പിന്നോക്കം നിൽക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട്. അവർ തലമുറകളായി അനുഭവിച്ച കഷ്ടപ്പാടുകളുടെ ആഫ്റ്റർ എഫക്ട്സ് ഇന്നും അവരുടെ കുടുംബങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. AC യുള്ള മുറിയിലിരുന്ന് ലക്ഷങ്ങൾ മുടക്കി കോച്ചിങ്ങിന് പോയി പഠിക്കുന്ന ഒരു കുട്ടിയുടെയും അടച്ചുറപ്പില്ലാത്ത വീട്ടിലിരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കുന്ന മറ്റൊരു കുട്ടിയുടെയും സാഹചര്യങ്ങൾ ഒരിക്കലും ഒരേപോലെയല്ല. ദാരിദ്ര്യം മാറ്റാനുള്ള പദ്ധതിയല്ല സംവരണം, മറിച്ച് സാമൂഹ്യ നീതി ഉറപ്പാക്കാനാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കായി ഇതിനോടകം തന്നെ EWS സംവരണം ഗവൺമെൻറ് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് മനുഷ്യരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുവരാൻ സംവരണം വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ സംവരണം പൂർണ്ണമായി എടുത്തു കളയണം എന്ന വാദത്തെ ഒരിക്കലും പിന്തുണയ്ക്കാൻ സാധിക്കില്ല.
ചുരുക്കത്തിൽ E20 പെട്രോളുമായി ബന്ധപ്പെട്ട പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഗവൺമെന്റ് ഗൗരവമായി പരിഹരിക്കേണ്ടതുണ്ട്. ജനങ്ങൾക്ക് ആവശ്യമായ ഓപ്ഷനുകൾ നൽകുക തന്നെ വേണം. അതേസമയം സംവരണം പോലുള്ള സാമൂഹ്യ നീതിയുടെ വിഷയങ്ങളിൽ അവനവന്റെ ചെറിയ അനുഭവങ്ങൾ വെച്ച് മാത്രം വലിയ തീരുമാനങ്ങളിലേക്ക് എത്താതിരിക്കുക. കാര്യങ്ങളുടെ ആഴവും പരപ്പും മനസ്സിലാക്കി മാത്രം നിലപാടുകൾ വ്യക്തമാക്കുക. ഈ രണ്ട് വിഷയങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പഴയ വാഹന ഉടമകൾക്ക് സാധാരണ പെട്രോൾ ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു ചോയ്സ് ഗവൺമെന്റ് നൽകണോ? സംവരണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.